ദൈവ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 4 വർഷം ഇപ്പം ആയി എനിക്ക് ഈ രോഗം വന്നിട്ട്. ഞാൻ നടക്കില്ല. കാണുമ്പോൾ എല്ലാവരും കരുതും ഞാൻ നടക്കുമെന്ന്. ഞാൻ നടക്കത്തില്ല. ഞാൻ നടക്കാത്ത ഒരു വ്യക്തിയായിട്ട് മാറിയിട്ട് ഇപ്പം 4 വർഷമായി. അതിൻ്റെ കൂടെ എന്തോ വേദന, കാലിനുള്ള വേദന സഹിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. മരിക്കാൻ പറ്റുമോ അതുമില്ല. വേദന സഹിച്ച് എന്തോ ചെയ്യണം, മരിക്കണോ കിടക്കണോ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ 2 വർഷം ഞാൻ ഒറ്റയ്ക്ക് തനിയെ കിടക്കുമായിരുന്നു. എനിക്ക് വീട്ടിലെ ആഹാരം അപ്പോൾ ചോദിക്കും, തനിയെ കിടന്നാൽ ആഹാരം ആര് തരും? എനിക്ക് വീട്ടിൽ ആഹാരം തരുന്നത് എൻ്റെ ബന്ധത്തിലുള്ള ഒരാളാണ് ആഹാരമൊക്കെ കൊണ്ട് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇച്ചിരി ആഹാരമൊക്കെ കഴിക്കും, ഞാനങ്ങ് കിടക്കും. ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജിൽ PMR ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് അവിടെയാണ് ബിസോത്രോപ്പിയുടെ സെൻറ്റർ. ഈ കാലും കൈയും മടങ്ങി ഓടിച്ചവർക്ക് അവിടെ ബിസോത്രോപ്പി സെൻറ്ററിൽ അവിടെ ശുശ്രൂഷയുണ്ട്. അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ അവിടെ പോയി ഒരു 4 മാസം കിടന്നുള്ളൂ. 4 മാസം കിടന്നപ്പോൾ ഉടനെ എനിക്ക് വിക്സിൻ്റെ ഒരു രോഗം വന്നു. വിക്സിൻ്റെ രോഗം വന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ വരുന്നതാണ്, അറിയത്തില്ല. എനിക്ക് രോഗം വരുന്നത് ഞാൻ അറിയത്തില്ല. വിക്സിൻ്റെ രോഗം വന്നതോടും കൂടി എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യം മൊത്തം നഷ്ടപ്പെട്ടതോടും കൂടി അങ്ങ് പോയി. അത് കഴിഞ്ഞ് എനിക്ക് ബന്ധുക്കളുണ്ടെന്ന് പറയാം, ബന്ധുക്കൾ കൊണ്ടുപോകത്തില്ല. ബന്ധുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ബന്ധുക്കളില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ബന്ധുക്കൾ ഉണ്ട്. ആവശ്യത്തിനുള്ള കൂടുതൽ ബന്ധുക്കൾ എനിക്ക് ഉണ്ട്. കാരണം അവരെന്നെ കൊണ്ടുപോകത്തില്ല. ഞാൻ നടക്കാത്ത ഒരു വ്യക്തിയായതുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ അവരങ്ങ് മടിച്ചു കഴിഞ്ഞ് എല്ലാവരും കൈവിട്ടപ്പോൾ ഈ പ്രിൻസ് പാസ്റ്റർ ഇതറിഞ്ഞു. എങ്ങനെ എന്നെ അപ്പോഴെന്നോട് ഇതേപോലെ എനിക്കൊരു ചേട്ടനുണ്ട്, എൻ്റെ ചേട്ടനോട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ടാക്കി. ഇപ്പം 2 വർഷം കൊണ്ട് ഞാൻ ഇവിടെ ഗിൽഗാൽ ആശ്വാസ ഭവനിൽ കഴിയുകയാണ്. സുഖജീവിതം. ഒന്നും അറിയണ്ട. നമുക്ക് എല്ലാം കുളിയും നനവിയും എല്ലാം രാവിലെ കഴിയും. ഒന്നും അറിയണ്ട. ഭക്ഷണം എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സുഖസൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ, തൂക്കിയെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടിരുത്തിയത്. എവിടെയെങ്കിലും തൂക്കിക്കൊണ്ടിരുത്താൻ അവർ മടിക്കും. എൻ്റെ ഭാര്യ ആയാലും മടിക്കും. അപ്പോൾ ഇവിടെ കണ്ട ഇപ്പം തൂക്കിക്കൊണ്ടിരുത്തിയത്. ഇതുപോലെയാണ് അവിടുത്തെ ജീവിതം. ആ ജീവിതം ഇപ്പം സുഖമായിട്ട് ഞാൻ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്കിനി ഒന്നും പറയാനില്ല.